ഞാൻ ഇവിടെ ഉണ്ട്. ആ ഇവനെന്താടി ഈ വീടിനകത്ത്? തെരുവ് തണ്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമാണോ ഇത്? എന്നെ തെരുവ് തണ്ടി എന്ന് ആദ്യം വിളിച്ചത് നിങ്ങളുടെ മോനാ. സാധിക്കുന്നു. അവന് മുഖം അടച്ചു കിട്ടിയ എന്റെ കനം എന്താണെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി. അല്ല, എന്താ നിനക്ക് വേണ്ടത്? എന്റെ മുത്തശ്ശി നിങ്ങൾ എന്താ ചെയ്തത്? കണിമംഗലം ജയഭാരതി എന്ന ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനെ നിങ്ങൾ എന്ത് ചെയ്തോന്നാ ഞാൻ ചോദിച്ചത്. അല്ല, ചോദ്യം ചെയ്യാനുള്ള നിന്റെ അവകാശം കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നെ. എന്താടാ, എല്ലാവരെയും കൂടി വിളിച്ചോണ്ട് പോയി നോക്കാനുള്ള വല്ല ഉദ്ദേശമാണോ? ഓ, നീ നിന്റെ ഭാര്യയും ഇപ്പൊ വലിയ പണക്കാരാണല്ലോ. പൊതിച്ചോറ് വിൽക്കുന്ന കോടീശ്വരന്മാര്. പൊതിച്ചോറും തലയിൽ കയറ്റി വെച്ച് നീ വീട് വീടാന്തരം തെണ്ടുന്ന കഥകളൊക്കെ ഞാനിവിടെ അറിയുന്നുണ്ടടാ മോനെ. അതെ, ഞാൻ ചെയ്യുന്നത് മാന്യമായൊരു ജോലിയാ. അതിലെനിക്ക് അഭിമാനമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തിനെ ചതിച്ച് അവനിരുന്ന കസേരയും അവൻ കിടന്ന കട്ടിലും സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ചതിയിലൂടെ നിങ്ങൾ നേടിയതൊക്കെ എന്നെന്ന് നിലനിൽക്കുന്നുള്ള വിശ്വാസം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ അത് നടക്കില്ല. അന്ന് പറഞ്ഞത് വരുൺ ഇപ്പോഴും പറയുന്നു. ഈ കണിമംഗലം, എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഉള്ള ഈ കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. പക്ഷേ അതുവരെ എന്റെ അമ്മയുടെയോ അച്ഛന്റെയോ മുത്തശ്ശിയുടെ ദേഹത്ത് നിങ്ങളിൽ ആരുടെങ്കിലും ഒരു നിഴൽ വീണു പോയാൽ ഓർമ്മ വേണം നിങ്ങൾക്ക്. ഈ കൈ നിങ്ങളുടെ ദേഹത്ത് വീണ പിന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവൻ അവസാനിക്കാതെ ഞാനത് എടുക്കത്തില്ല. എന്റെ മുത്തശ്ശി കണിമംഗലം ജയഭാരതിയെ ഞാനങ്ങ് കൊണ്ടുപോവാ. എനിക്കറിയാം എന്റെ മുത്തശ്ശിയെ നോക്കാനായിട്ട്. കണിമംഗലത്തിന്റെ നാശത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ എന്റെ ശത്രുവിന്റെ രൂപവും കണിമംഗലത്തെ ചന്ദ്രശേഖരൻ തന്നെയാ. നമുക്ക് കാണാം